ഹലോ. ഞങ്ങളുടെ പള്ളിയിൽ പള്ളിപ്പെരുന്നാളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഒന്ന് കാര്യമായിട്ട് ഒരുങ്ങി പോകാമെന്ന് കരുതി. 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ തിരുനാൾ. ഇപ്പോൾ പ്രധാനമായിട്ട് ഇങ്ങനെ 6, 7, 8 ഇങ്ങനെ പരിപാടികൾ, പ്രദക്ഷിണം, കടകളൊക്കെ വരുന്ന ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും പോകാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് കാര്യമായിട്ടൊന്ന് ഒരുങ്ങാമെന്ന് കരുതി. ചെറുപ്പത്തിലൊക്കെ ഈ പെരുന്നാളെന്ന് പറയുമ്പോഴേ മൊത്തം കളർഫുൾ ഓർമ്മകളാട്ടോ. ഞാൻ താഴെ സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തൊട്ട് മുകളിൽ പള്ളി ആയതുകൊണ്ട് നേരെ വീട്ടിലൊന്നും വരാതെ നേരെ പള്ളിയിലോട്ടായിരിക്കും പോകുന്നത്. ചിലപ്പോൾ വല്ല ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊണ്ടുപോകും. എന്നിട്ട് അതൊക്കെ കഴിച്ചിട്ട് പള്ളി കയറിയിരിക്കും. പിന്നെ പള്ളി കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും പുറത്ത് കടകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങുക, ഹൽവ വാങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറയുക. നമുക്ക് ഈ തോക്കുണ്ടല്ലോ, മറ്റേ കുഞ്ഞു ഉണ്ടയൊക്കെ ഉള്ളത്, അതൊക്കെ വാങ്ങിച്ച് പൊട്ടിച്ച് കളിക്കുക. അല്ലെങ്കിൽ ബലൂൺ വാങ്ങുക. എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്, ചെറിയ ബലൂണിന് 2.5 രൂപയും പിന്നെ മറ്റേ വലിയൊരു ബലൂൺ ഉണ്ടായിരുന്നു, അതിന് 5 രൂപയായിരുന്നു. പണ്ട് ഈ ഹൈഡ്രജൻ ബലൂണൊന്നും അത്രയ്ക്ക് അങ്ങ് പള്ളിപ്പെരുന്നാളിനൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഹൈഡ്രജൻ ബലൂണ്, മറ്റേ ഡോറ ബുജി, ഛോട്ടാ ഭീമൊക്കെ കേട്ടോ. പക്ഷെ അന്ന് മറ്റേ സാധാ ബലൂണുകളായിരുന്നു, അത് വാങ്ങുക. പിന്നെ പ്രദക്ഷിണത്തിന് പോവുക. അതും ഇങ്ങനെ ഓരോ ഡ്രസ് കോഡൊക്കെ ആയിട്ട് ഭയങ്കര കളർഫുള്ളായിരിക്കും. പിന്നെ നാടകം ഉണ്ടാവും, വെടിക്കെട്ട് ഉണ്ടാവും, ഇങ്ങനെ ആകാശവിസ്മയം, പിന്നെ ഈ ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ്, ചെണ്ടമേളം, അതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഫുള്ള് കളർഫുള്ളായിരിക്കും പെരുന്നാളെന്ന് പറയുമ്പോൾ. ഈ തിരുനാൾ കുർബാനേനെക്കാട്ടിലൊക്കെ നമ്മൾ ഈ പുറത്തെ ഈ കളർഫുൾനെസ് ആയിരിക്കും കേട്ടോ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അന്നൊക്കെ. പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, പണ്ടത്തെ ആ വൈബൊന്നും കിട്ടാറില്ല. പെരുന്നാളൊക്കെ പഴയ പോലെ തന്നെയാണ്. പക്ഷെ ഞാനിപ്പോൾ കൂടുതലായിട്ട് ഈ പ്രാർത്ഥന, പള്ളി പോവുക, കുർബാന കൂടുക, എന്നിട്ട് തിരിച്ചു വരിക, പരിപാടിക്കൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയാണ്. എന്താ അറിയില്ല, ഇനിയിപ്പോൾ പ്രായമൊക്കെ കൂടി വരികയാണല്ലോ, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും. എന്തായാലും ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പള്ളിയിൽ പെരുന്നാൾ പ്രമാണിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈ കുരിശ് മാറ്റി ഞങ്ങളവിടെ പിയാത്തയൊക്കെ വെച്ചു, ചെറുതായിട്ട് അലങ്കരിച്ചു. ബാക്കി അലങ്കാരങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിലുണ്ടാവും. ശരിക്കും നേരിട്ട് കാണാനാട്ടോ ഞാൻ ഈ ഫോണിൽ എടുക്കുന്നതിനെക്കാട്ടിലും ഭംഗിയായിട്ടുള്ളത്. അപ്പോൾ ശരി, ബൈ.